Astro Guru, where the wisdom of the cosmos lights your path. നമസ്കാരം. ഈ 2026-2027 പുതുവർഷഫലം നമുക്കൊന്ന് നോക്കാം. മലയാള മാസം 1202 ആണ്ട് ചിത്തിര നക്ഷത്രത്തിന് 7:59 AM സംക്രമണം നടക്കുന്നു. സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ ഫലമൊന്നും നോക്കാം. ഇത് ഒരു വർഷത്തെ ഫലമാണ്. അപ്പൊ ഒരു വർഷത്തെ ഫലമായതുകൊണ്ട് തന്നെ പല ഗ്രഹങ്ങളുടെ ട്രാൻസിഷന് നമ്മൾക്കിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. സപ്പോസ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ശനിയുണ്ട്. അതുപോലെ ശനിയുടെ ട്രാൻസിഷൻ 2.5 വർഷമാണ്. പക്ഷെ ശനി അടുത്ത വർഷം മാറുന്നുണ്ട്. അതേമാതിരി വ്യാഴത്തിന്റെ 1 വർഷമാണ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഗോചാരം ഒന്നും ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇടയ്ക്കത്തെ ഈ പറയുന്ന വ്യാഴത്തിന്റെ ആയിട്ടുള്ള ചേഞ്ച്. അതുപോലെ ഈ വർഷം തന്നെ രാഹുവും കേതുവും മാറുന്നുണ്ട്. അപ്പൊ അത് മേജറായിട്ടുള്ള ഒരു ഇവന്റ് ആണ്. രാഹു കേതു മാറുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾ തടസ്സങ്ങൾ കൊണ്ടുത്തരുന്നതാണ്. കാരണം ഇപ്പം നമുക്ക് ശനി നോക്കിക്കഴിഞ്ഞാലും അല്ലെന്നുവരിയിലെ വ്യാഴമൊക്കെ നോക്കിയിട്ട് പൊതുവെ വ്യാഴം എന്ന് പറഞ്ഞാൽ നല്ല ഫലങ്ങൾ മാത്രം കൊണ്ടുത്തരുന്നതാണ്. അപ്പം ഈ ഒരു ഗ്രഹത്തിൻ്റെ പകർച്ചയെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചില നല്ല ഗുണങ്ങളിൽ വ്യാഴം കൊണ്ടുത്തരുമ്പം അതിനെയൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ കഴിവുള്ള 1-2 ഗ്രഹമാണ് ഈ രാഹു കേതുക്കള്. സാധാരണ ഗ്രഹങ്ങളെല്ലാം മുമ്പോട്ടാണ് കറങ്ങുന്നത്, ക്ലോക്ക് വൈസ്. അപ്പൊ ഈ രാഹു കേതുക്കളെ ആന്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. ഈ ജൂൺ 2 വ്യാഴം മാറുകയുണ്ടായി. അതിനുശേഷം ശനി വക്രത്തിൽ പോവുകയുണ്ടായി. അപ്പോൾ പല കേസിലും ഈ വക്രത്തിൽ ഈ കൂടുതലായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന ചില ആൾക്കാരുടെ ബർത്തിയായിട്ടിലെ ശനിയും വ്യാഴവും ഒക്കെ വക്രത്തിലാവും. അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് ഇത് വക്രത്തിലുള്ള സമയത്ത് അഫക്റ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പോൾ വ്യാഴം ബർത്തിയായിട്ടിലെ വക്രത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വിദേശത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതുപോലെ വ്യാഴവും ചന്ദ്രനും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ജനിച്ച സ്ഥലത്തുനിന്ന് മാറി താമസിക്കാനും വേറെ സ്ഥലത്ത് ജോലി ചെയ്യാനും ഒക്കെ ഒരുപാട് സാധ്യതകളാണുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രൻ എന്ന ട്രാവലിൻ്റെ കൂടെ ഗ്രഹമാണ്. അതുപോലെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ കൂടെ രാഹു നിൽക്കുന്നവർക്ക് ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്യാനുള്ള യോഗമുണ്ട്. അതുപോലെ വ്യാഴം രാഹു ചന്ദ്രന് ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ വൃത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടതായിട്ട് വരാം. അതുപോലെ ഈ പറയുന്ന വ്യാഴം വീനസ് നല്ല രാഹു അതേമാതിരി ശനി ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് മൾട്ടി മില്യണർ യോഗ എന്ന് പറയും. ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാനുള്ള യോഗമുണ്ട്. അങ്ങനെ നമ്മുടെ ബർത്തിയാട്ടിലെ കണക്ടിവിറ്റി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറി കേതു ഒക്കെ കണക്ട് ചെയ്യുക, അതായത് ബുധനും കേതു കണക്ട് ആയിട്ടുണ്ടെന്നൊരു 100% ആൾ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പറയാൻ പറ്റുമെന്ന് പറയാം. അതേമാതിരി ചില ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യാഴം അതുപോലെ മെർക്കുറി ഈ പറയുന്ന ബുധനും ഒക്കെ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ, അതല്ല രീതിയിൽ വ്യാഴവും വീനസും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഹൗസ് നല്ല വീട് വാങ്ങിക്കാൻ, അതിൻ്റെ കൂടെ നല്ല രാഹു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 വീടൊക്കെ വായിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ വ്യാഴവും ചൊവ്വ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ലാൻഡ് പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ച് രാഹു ഒക്കെ കൂടി നിൽക്കാവുന്നവർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 1-ൽ കൂടുതൽ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ ഈ വ്യാഴം രാഹു ഒക്കെ ചില ആൾക്കാർക്ക് ചേർന്ന് നിൽക്കുന്ന വൃത്തിയായിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് പല രീതിയിലുള്ള കൊച്ചിലെ ചില അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു കണക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ബർത്തിയായിട്ടിലെ കണക്ടിവിറ്റി അത് ആമുഖമായിട്ട് പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഇത് കാര്യത്തിലോട്ട് കടക്കാം. അപ്പം ജൂൺ 2 വ്യാഴം കർക്കിടക രാശിയിലോട്ട് മാറുകയുണ്ടായി. എന്നാൽ ഒക്ടോബർ 31 വ്യാഴം കർക്കിടക രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലോട്ട് മാറുകയാണ്. എന്നാൽ ഈ ഒക്ടോബർ 31 മാറുന്ന വ്യാഴം ജൂൺ 24 തിരിച്ച് പിന്നെയും കർക്കിടക രാശിയിലോട്ട് വരുന്നു. അപ്പൊ ഏകദേശം ഒരു 84-85 ദിവസമാണ് നമുക്കൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ ഒരു പീരീഡ് ഒന്ന് നോട്ട് ചെയ്യണം. കാരണം ഈ ഒക്ടോബർ 31 മുതൽ ജൂൺ 24 വരെയുള്ള ഒരു പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും നല്ലതായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുത്തരും. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം, ഇപ്പൊ നമുക്കിപ്പോൾ വ്യാഴത്തിന്റെ കാര്യം കൺസിഡർ ചെയ്തു. എന്നാൽ 2027 ജൂണില് വീണ്ടും വ്യാഴത്തിന്റെ ട്രാൻസിഷൻ വരുന്നുണ്ട്. അല്ലെന്ന് ഈ പറയുന്ന ഗോചാരത്തിലോട്ട് രാശി പരിവർത്തനവും നടക്കുന്നുണ്ട്. അതുപോലെ ശനിക്കാണേലും 2027 മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ശനി സഞ്ചരിക്കുന്ന മീനൻ രാശിയിലാണ്. ജൂൺ 3 2027 ശനിയും മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലോട്ട് മാറുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള പല രീതിയിലുള്ള വ്യത്യാസം വരുമെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹു കേതുക്കൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രാഹു കേതുക്കളുടെ ട്രാൻസിഷൻ പറഞ്ഞു 1.5 വർഷമാണ്. അപ്പം രാഹു കേതുക്കള് ഡിസംബർ 5 2026, അതായത് ഈ വർഷം തന്നെ 2026 ഡിസംബർ 5 രാഹു കേതു മാറുന്നുണ്ട്. രാഹു കേതു മാറുന്ന രണ്ടും ഒറ്റ ടൈമിലാണ് മാറുന്നത്. സാധാരണ ഗ്രഹങ്ങൾ മാതിരിയല്ല,
കാരണം ഇവിടെ ഗ്രഹണമൊക്കെ കൊണ്ടുത്തരുന്ന ഗ്രഹങ്ങളാണ് ഈ രാഹു കേതുക്കൾ. പല രീതിയിലും പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുത്തരാൻ കഴിവുള്ള ഗ്രഹങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ വ്യാഴം പലതും അനുകൂലമായിട്ട് തരുന്നത്, കാരണം വ്യാഴം നമുക്ക് നല്ല ചിന്താഗതികളെ നന്മ മാത്രം കൊണ്ടുത്തരുള്ളൂ. പക്ഷെ എന്നാൽ ഇവിടെ നമ്മൾ ഈ രാഹു കേതു മാറുമ്പോൾ നമുക്ക് ചില രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുത്തരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുൾപ്പെടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. 2026 ഡിസംബർ 5-ാം തീയതി 8:03 PM രാഹു കേതുക്കളുടെ രാശി പരിവർത്തനം നടക്കും. രാഹു ഇവിടെ കുംഭൻ രാശിയിൽ നിന്നും മകരൻ രാശിയിലോട്ട് വരുന്നു. അതുപോലെ കേതുവിനെ നോക്കിക്കഴിഞ്ഞാൽ ചിങ്ങൻ രാശിയിൽ നിന്ന് കർക്കടക രാശിയിലോട്ട്. കാരണം ഇതെപ്പോഴും ഓപ്പോസിറ്റാണ് മൂവ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ഈ ഒരു 2 ഗ്രഹങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു. അപ്പോൾ ഓരോ ആൾക്കാർക്ക് എന്തൊക്കെ അതിൻ്റെതായിട്ടുള്ള ഫലപ്രവചനത്തിൽ വ്യത്യാസം വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു ഡേറ്റുകൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയത്തില്ല ഇനിമേ. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റുകൾ നോട്ട് ചെയ്യണം. ആ മാസം മാത്രമേ പറഞ്ഞു പോകത്തുള്ളൂ. പിന്നെ നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി, സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ ഗൈഡ് ചെയ്യുകയാണ്, നമ്മളെ ത്രൂ ഔട്ട് ലൈഫിലെ കാര്യങ്ങളെ കൂട്ടിക്കൊണ്ട് കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങളെ കണക്ക് വെക്കാൻ. കാരണം നമ്മുടെ ബർത്തിയായിട്ട് ചില യോഗം ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. നമ്മുടെ ഓരോ എവരി ക്രിയേഷൻ ഈസ് ക്രിയേറ്റഡ് ഫോർ എ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടിയെയും ഓരോ സൃഷ്ടിക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ നമ്മളെ ഓരോ കർമ്മം ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ പ്രകൃതി നമ്മളിവിടെ നിയോഗിച്ചേക്കുന്നത്. അപ്പം നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ചെയ്യുമ്പോഴേ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പം ബർത്തിയായിട്ട് നമുക്ക് ഒരു 50% ഒരു സപ്പോർട്ട് ചെയ്യുന്നു. ബാക്കി 25% നമ്മുടെ നല്ല കർമ്മങ്ങൾ. അതേമാതിരി ഇന്നത്തെ കാലത്ത് ഈ ന്യൂമറോളജിക്കലി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആൾക്കാർക്ക്, ചില നമ്പേഴ്സിൻ്റെ എനർജി കയറി ബാലൻസ് ആയിട്ട് പല രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് മൊബൈൽ ന്യൂമറോളജി എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പം ന്യൂമറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്, പല ഇമ്പാക്റ്റുകൾ വരാറുണ്ട്. അതേമാതിരി വാസ്തുപരമായിട്ടുള്ള പല രീതിയിലുള്ള ചില ഡയറക്ഷനിലൊക്കെ കൊണ്ട ടോയ്ലറ്റുമൊക്കെ പ്രത്യേകിച്ച് നോർത്തൊക്കെ എന്നുള്ള ബിസിനസ്സിൻ്റെ ഗ്രഹമാണ്. ബിസിനസ്സിൻ്റെ ഗ്രഹം എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ് ഭരിക്കുന്നത്. അതുപോലെ വെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ശനിയാണ് ഭരിക്കുന്നത്. അപ്പോൾ തൊഴിലിന് തടസ്സം അങ്ങനെയുള്ള ഡയറക്ഷൻ ടോയ്ലറ്റ് വന്നാൽ, അതുപോലെ സൗത്ത് ഈസ്റ്റിലൊക്കെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ശുക്രനാണ് ഭരിക്കുന്നത്. പല രീതിയിലുള്ള പൈസ സമ്പാദ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പൈസ നഷ്ടപ്പെടുക, പൈസ സമ്പാദിക്കാൻ പറ്റില്ല, ദാരിദ്ര്യം അനുഭവിക്കുക, നമ്മുടെ സമ്പത്ത് നശിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഓരോ ഡയറക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ വിചാരിക്കും ഇതൊക്കെ ചുമ്മാന്ന്, കാരണം ഇത് പ്രകൃതി എനർജി, ഇവിടെ ജാതി മതങ്ങളും ഒക്കെ എന്നുള്ള മനുഷ്യരാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾ മാക്സിമം പറ്റുന്നത് എന്തെങ്കിലും നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു 10% പറ്റുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. ദാനധർമ്മമാണ് എല്ലാത്തിനെയും പോസിറ്റീവ് ആക്കാനുള്ള. ഒരു പാവങ്ങൾക്കില്ലാത്ത ഒരു വയറൊട്ടി നടക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുക. അപ്പോൾ പലതും നമുക്ക് പോസിറ്റീവായിട്ട് വരും. അല്ലാതെ അടുത്ത ഇന്ന ആൾ ഒരുപാടുണ്ട് നമ്മളങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. പ്രകൃതിക്ക് ഒരു എനർജി ഉണ്ട്, അതെപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ മേജർ ട്രാൻസിഷൻ പീരീഡ് പറഞ്ഞു, ശനിയുടെ പറഞ്ഞു, രാഹു കേതുക്കളെ പറഞ്ഞു, വ്യാഴത്തിൻ്റെ പറഞ്ഞു. അതുപോലെ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ട്രാൻസിഷൻ പീരീഡ് വളരെ കുറവാണ്. ചൊവ്വാഴ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് 48 ദിവസം വേണമെന്ന് പറയാം. അതുപോലെ ശുക്രൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 27 ദിവസം, ഒരു മാസം. അല്ലാതെ ബാക്കി മെർക്കുറി ബുധൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 15-18 ആ ഒരു രീതിയിൽ ഏകദേശം കണക്കൂട്ടിയാൽ മതി. കാരണം ഇതിനകത്തൊക്കെ വക്രങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ആവറേജ് പല ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം നോക്കുക ഒരു മാസത്തിൽ താഴെ എന്നുള്ള രീതിയിൽ വിചാരിക്കുക. അതുപോലെ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ 2.25 ദിവസം മാത്രമേ ഉള്ളൂ. ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ മെയിനായിട്ട് ഇവിടെ പറയാനുള്ള ഈ രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് തന്നെ പല രീതിയിലുള്ള ഇമ്പാക്റ്റുകളെ ഈ ഒരു വർഷം ഇവിടെ നടന്നിരിക്കും. പ്രത്യേകിച്ച് 2027 സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിന് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ പുതിയൊരു വൈറസ് വരാനുള്ളതും വേൾഡ് ഫൈനാൻഷ്യൽ ക്രൈസിസ്, അതായത് ലോക സാമ്പത്തിക തകർച്ച എന്ന് പറയുന്ന ഒരു കാര്യം നടക്കാനുണ്ട്. അത് ഈ ഒരു 2027 അടുത്ത വർഷത്തോടുകൂടി നടക്കും. അതുപോലെ പുതിയൊരു വൈറസ് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അടുത്തടുപ്പിച്ച് അത് കഴിയുന്ന ഒരു സമയത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി, സാധ്യതകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വർഷത്തെ ഫലമെന്ന് പറഞ്ഞാൽ പൊതുവെ മിക്സായിട്ടുള്ള റിസൾട്ടാകും. പല രാജ്യങ്ങൾക്കും അല്ല ലീഡർഷിപ്പിനും പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാൻ അത്ര ഈസി ആയിരിക്കില്ല. രക്തച്ചൊരിച്ചിലുകൾ അല്ല ഏറ്റുമുട്ടലുകൾ അങ്ങനെ ഇന്ത്യയിലും അല്ലാതെ വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പല സാധ്യതകളും. അപ്പോൾ ഈ ഒരു രാഹു കേതുക്കളുടെ മാറ്റം, ശനിയുടെ മാറ്റം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പല രീതിയിലുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക അനിശ്ചിതാവസ്ഥ, അതേമാതിരി രക്തച്ചൊരിച്ചിലുകൾ, പ്രത്യേകിച്ച് ചൊവ്വാടൊക്കെ ചില ഇതിനൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ട്. അതുപോലെ പുതിയ വൈറസിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഈ വർഷം ഫലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.
അതുപോലെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ ബൃഹനാടി നക്ഷത്രനാടി വേദിക് അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നെയിം അലൈൻമെൻറ്റ് ബ്രാൻഡ് അലൈൻമെൻറ്റ് ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ കൺസൾട്ടേഷൻ ഓൺലൈൻ കൺസൾട്ടേഷനോ ഒക്കെ ഉണ്ടെന്നതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ മൊബൈൽ ന്യൂമറോളജി ബന്ധപ്പെട്ടായിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അലൈൻമെൻറ്റ് വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളുണ്ടെന്നതിൽ അറിയിക്കുക. അതുപോലെ ഇവിടെ ഇതിനകത്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റ് പുതിയ പല സബ്ജക്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഇടവൻ രാശി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നക്ഷത്രാധിപതി ശുക്രനാണ്. അതുപോലെ ഇവിടുത്തെ നാളുകളെന്ന് പറഞ്ഞാൽ കാർത്തിക, രോഹിണി, മകയിരം. കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദം, രോഹിണി, മകയിരത്തിന്റെ ആദ്യത്തെ 2 പാദം എന്നിവയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാർത്തികയെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ചൊവ്വകർമ്മയാണ്. രോഹിണിയെ കൺട്രോൾ ചെയ്യുന്ന ചന്ദ്രനാണ്, ബുധകർമ്മയാണ്. മകയിരത്തെ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വാണ് കൺട്രോൾ ചെയ്യുന്നത്, ഗുരുകർമ്മയാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു രാശിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം 3-ലാണ്, 3-ൽ നിന്ന് 4-ലോട്ട് പോകുന്നു. അതുപോലെ ശനി നോക്കിക്കഴിഞ്ഞാൽ ശനി 11-ആണ്, 11-ൽ നിന്ന് 12-ലോട്ട് പോകും. ശനി ജൂൺ 3-ാം തീയതി മാറത്തുള്ളൂ. അതുപോലെ ഇവിടെ രാഹു കേതുക്കൾ ഇമ്പോർട്ടൻ്റ് ആണ്. കേതു 4-ൽ നിൽക്കുന്ന കേതു 3-ലോട്ട് പോകുന്നു. അതുപോലെ രാഹു നോക്കിക്കഴിഞ്ഞാൽ 10-ൽ നിൽക്കുന്ന രാഹു 9-ലേക്ക്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ല. അപ്പോൾ ഈ ഇടവൻ രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. സഹോദരങ്ങളൊക്കെ ആണെന്ന് വരി വിദേശത്തൊക്കെ ഉള്ള സഹോദരങ്ങൾ നാട്ടിൽ വരാൻ, കണ്ടുമുട്ടാൻ, അതുപോലെ അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്താൻ, ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പ്രോപ്പർട്ടി ഒക്കെ പാർട്ടീഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. ഇവിടെ ഒക്ടോബർ 31-ാം തീയതി വ്യാഴം വീണ്ടും മാറുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 84 ദിവസത്തോളം ജാനുവരി 24-ാം തീയതി വരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ, വീട് വെക്കാനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, വീട് വെക്കാനെ, വീട് മോടി പിടിപ്പിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, വണ്ടി മോടി പിടിപ്പിക്കാൻ ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. മാത്രമല്ല തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിരുന്നവർക്ക് തൊഴിലിനകത്ത് ഉയർച്ച വരാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതേമാതിരി കല്യാണമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. കല്യാണം കഴിക്കാൻ, പുതിയ വിവാഹാലോചനകൾ വരാനെടുക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാൻ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശത്ത് പോകാൻ, ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സാം ഒക്കെ എഴുതിയിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് നീറ്റ്, IELTS അങ്ങനെയൊക്കെ എക്സാം എഴുതിയിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ IIT, IIM അങ്ങനെയൊക്കെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപരിപഠനം നോക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ എമിഗ്രേഷൻ ക്ലിയറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് വിദേശത്ത് പോകാനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ലോങ് ജേർണി ചെയ്യാൻ, നല്ല രീതിയിൽ നല്ല ഉല്ലാസയാത്രകൾ ചെയ്യാനൊക്കെ അനുകൂലമാണ്. ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. എന്നാൽ ഈ ഒരു ഒക്ടോബർ 31-ന് ഒരു രാശി പരിവർത്തനം നടക്കുന്നുണ്ട്. വീണ്ടും ഈ പറയുന്ന വ്യാഴം അവിടെ നിന്ന് മാറുന്നു. അപ്പോൾ 3-ൽ നിന്ന് 4-ലോട്ട് പോകുന്ന ഈ വ്യാഴം വേറെ പല രീതിയിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഇവിടെ കൊണ്ടുത്തരുന്നു. അത് ഏകദേശം ഒരു 84 ദിവസത്തോളം നീണ്ടു നിൽക്കും. അപ്പം വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. വീട് വെക്കാൻ, വീട് മോടി പിടിപ്പിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, അല്ലെ വണ്ടി മോടി പിടിപ്പിക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയം. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ. അതുപോലെ നമ്മുടെ വൃത്തിയായിട്ടൊക്കെ നല്ല രാഹുവൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ലോട്ടറി വരെ അടിക്കാനുള്ള സാഹചര്യമുണ്ട്. നല്ല രാഹു എന്ന് പറഞ്ഞാൽ 3, 6, 10, 11 അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊസിഷൻ രാഹു ഉള്ള ആൾക്കാർക്കാണെന്ന രീതിയിൽ, പ്രത്യേകിച്ച് ശുക്രമായിട്ടൊക്കെ കണക്ട് ചെയ്ത് രാഹു നിൽക്കുന്ന ആൾക്കാർക്കാണെന്ന രീതിയിൽ അങ്ങനെ കൂടുതലായിട്ടുള്ള യോഗമുള്ളൂ. അതുപോലെ തൊഴിലിടങ്ങളിലൊക്കെ നല്ല ബഹുമാനിക്കപ്പെടുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാൻ, പുതിയ ജോലി നോക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ ജോലി കിട്ടാൻ, നല്ല രീതിയിൽ ഗവൺമെന്റ് സെക്ടറിൽ നിന്നോ ഹയർ ഓഫീഷ്യൽസ് അങ്ങനെ ഉള്ളിടത്തുനിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അനുകൂലമാകാൻ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് അത് അനുകൂലമാകാനുള്ള സാഹചര്യങ്ങൾ, നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിലൊരു ഉയർച്ച വരാൻ, പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, ബിസിനസ്സിലൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഗവൺമെൻറ് ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതേപോലെ വിദേശത്തൊക്കെ പോകാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരു സമയത്ത് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാനുള്ള രീതി. അതുപോലെ അനാവശ്യമായിട്ട് നിന്നിരുന്ന ചെലവുകൾ ഒക്കെ ഒരു പരിധിവരെ കൺട്രോൾ ആകാനൊക്കെ ഉള്ള സാധ്യത. അപ്പോൾ ഈ ശനിയുടെ ആയിട്ടുള്ള പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതുപോലെ വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷെ ഡിസംബർ 5-ഓടുകൂടി രാഹു കേതു മാറ്റം സംഭവിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന രാശിക്കാർക്ക് 4 നിൽക്കുന്ന കേതു 3 പോവുകയും അതുപോലെ 10 നിൽക്കുന്ന രാഹു 9 പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് പല രീതിയിലുള്ള ചിലപ്പോൾ വീട് പണിക്കൊക്കെ ചെറിയ തടസ്സങ്ങൾ വരാനൊക്കെ ഉള്ളൊരു സാധ്യത, അല്ലാതൊരു അയൽവക്കക്കാരുമായിട്ട് എന്തെങ്കിലും ഇടഞ്ഞിക്കാൻ, മുഷിയാൻ, സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത, അതുപോലെ തൊഴിൽ ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത, അതുപോലെ വിദേശത്തൊക്കെ ഉപരിപഠനത്തിൽ പോകാനുള്ള ആൾക്കാർക്ക് ചെറിയ തടസ്സങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ വരാനൊക്കെ ഉള്ളത്, അല്ല തൊഴിൽ തടസ്സങ്ങൾ, തൊഴിൽ തർക്കം അങ്ങനെയൊക്കെ ഉള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ഇവിടെ രാഹു കേതുക്കളെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. അവിടെ രുദ്രാഭിഷേകം ചെയ്യാൻ രാഹു കേതുക്കളെ പോസിറ്റീവാണ്. അതുപോലെ ഭൈരവലക്ഷ്മി വ്രതം എടുക്കുന്നതെല്ലാം കേതുവിനെയൊക്കെ പോസിറ്റീവ് ആക്കാം. അതുപോലെ വീടി ദാനം ചെയ്യാം, ഓയില ദാനം ചെയ്യാം, ഇതൊക്കെ രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ. അതുപോലെ ഭൈരവന് കള്ള് ദാനം ചെയ്യാം, അതൊക്കെ രാഹുവിനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ്. അതുപോലെ കറുത്ത പട്ടിക്ക് ആഹാരം നൽകുന്നത്, അതുപോലെ കറുത്ത പട്ടിയെ വളർത്തുക, ഇതൊക്കെ കേതുവിനെ പോസിറ്റീവ് ആക്കാനുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ കമ്പിളി ദാനം ചെയ്യുക, പ്രത്യേകിച്ച് അന്ധര മുടന്തര അല്ലാതൊരു പാവങ്ങൾക്ക് കമ്പിളി ദാനം ചെയ്യുക, അങ്ങനെയൊക്കെ ശനിയെയും കൂടെ പോസിറ്റീവ് ആക്കാനും ശനിയെയും കേതുവിനെയും കൂടെ ഒരേ സമയത്ത് പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അതുപോലെ കറുത്ത ഉഴുന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ കൊടുക്കുന്നത് ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. നമ്മുടെ വിശദമായിട്ടുള്ള നവഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ കണക്ടിവിറ്റി അനുസരിച്ച് അത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വിശദമായിട്ടുള്ള ഓരോ കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ ബാക്കി വിശദമായിട്ടുള്ള ഇതിനെപ്പറ്റി അറിയാം. എന്നാൽ ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാനുള്ളത്, ഇവിടെ ഈ ഒരു രാശിയുടെ നക്ഷത്രാധിപതി ശുക്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ കഴിവതും ഇവിടെ ശുക്രനെ പോസിറ്റീവ് ആക്കി വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. വളരെ വൃത്തിയായിട്ട് നടക്കുക, അണിഞ്ഞൊരുങ്ങി നടക്കുക. അതുപോലെ അണിഞ്ഞൊരുക്കാൻ ഉള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് മേക്കപ്പ് സെറ്റ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് 12-24 വയസ്സുള്ള കുട്ടികൾക്ക് ദാനം ചെയ്യുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ അനുകൂലമാണ്. ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാനെന്നത് മാത്രമല്ല, ഇവിടുത്തെ 3 നാളുകളുണ്ട് കാർത്തിക രോഹിണി വകയും. ഇപ്പോൾ കാർത്തികക്കാണ് വലിയ കൂടുതൽ ഇവരെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യനും ചൊവ്വായുമാണ്. അപ്പോൾ ചൊവ്വായിക്കുള്ള കാര്യങ്ങൾ ചെയ്യുക, ബ്ലഡ് ദാനം ചെയ്യുക, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ ചുവന്ന പട്ട് ദാനം ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളത് ചൊവ്വായെ പോസിറ്റീവ് ആക്കാൻ അനുകൂലമാണ്. അതുപോലെ സൂര്യന് സൺ മെഡിറ്റേഷൻ ചെയ്യുക, സൂര്യൻ ജലം ദാനം ചെയ്യുക, അതുപോലെ ചോളമൊക്കെ ഈ ഒരു റേഡിയേഷനാണ്, ചോളം ദാനം ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സൂര്യനെ പോസിറ്റീവ് ആക്കാം, പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രം. അതുപോലെ രോഹിണി നക്ഷത്രത്തിനെ പറ്റി എടുത്തു പറയുകയാണെങ്കിലും ഈ പറയുന്ന ശുക്രൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിപ്പോൾ പറഞ്ഞിരുന്നു. അതേമാതിരി ചന്ദ്രനും ബുധനും വരെ ഭരിക്കുന്നതുകൊണ്ട് ഫുഡ് ദാനം ചെയ്യുക, അതുപോലെ ജലം ദാനം ചെയ്യുക, അതിലെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ളത് ദാനം ചെയ്യുന്നത് വളരെ അനുകൂലമാണ് ഈ ഒരു രാശി. സോഷ്യൽ മീഡിയ ഒക്കെ വളരെ യൂസ് ചെയ്യുക, പ്രത്യേകിച്ച് ബുധൻ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതും കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്യുന്നതൊക്കെ ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. അതുപോലെ മകരത്തെ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വ ഗുരുകർമ്മ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ വ്യാഴത്തിനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക. കടല ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ബ്ലഡ് ദാനം ചെയ്യുക, ചുവന്ന പട്ട് ദാനം ചെയ്യുക, കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ബുക്ക്, സ്ലേറ്റ്, പെൻസില് അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ദാനം ചെയ്യുന്നത് ഈ ഒരു നാളുകാർക്ക്, പ്രത്യേകിച്ച് മകീരം നാളുകാർക്ക് വളരെ അനുകൂലമാണ്. ഈ ഒരു റേഡിയേഷനുള്ള ചൊവ്വാട് അല്ലെങ്കിൽ ഗുരു, ജൂപ്പിറ്റർ, ഈ പറയുന്ന ഈ ഗ്രഹങ്ങളായിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, നവഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ പെട്ടത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും ജീവിതത്തിൽ.